ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വചനഭാഗത്തിലൂടെ സഭമാതാവ് നമ്മെ ക്ഷണിക്കുമ്പോൾ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഫിലിപ്പോസിൻ്റെ യേശുവിൻ്റെ നേർക്കുള്ള അഭ്യർത്ഥന. ഈശോ പറയുന്നു, ഫിലിപ്പോസെ, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. കുട്ടികൾക്ക് ധ്യാനം കൊടുക്കുമ്പോൾ അവരെ വിശ്വാസ പരിശീലനത്തോട് ചേർത്ത് വെച്ച് പറയുന്നൊരു കാര്യമുണ്ട്. മക്കളെ, നിങ്ങൾ വിദ്യാഭ്യാസത്തിനായിട്ട് നിങ്ങൾ ഓരോ ദിവസവും ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് പരീക്ഷാ ദിനങ്ങളിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ, നിങ്ങളുടെ മാതാപിതാക്കളുടെ കരങ്ങൾ നിങ്ങളുടെ ശിരസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുക. കാരണം ഏറ്റവും വലിയ ഗുരു അല്ലെങ്കിൽ ഗുരുഭൂതൻ മാതാവും പിതാവുമാണ്. അപ്പോൾ അവരാണ് നമ്മളെ വിദ്യ അഭ്യസിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിതാവിൻ്റെയോ മാതാവിൻ്റെ അനുഗ്രഹം കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഈശോ അത് വളരെ വ്യക്തമായി പറയുന്നു. തന്നെ അയച്ച പിതാവിനാൽ സകലരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി. യേശു പറയുന്നത് ഇതാണ്: ഞാൻ നൽകുന്ന സാക്ഷ്യം എൻ്റെ സ്വന്തമല്ല, എൻ്റെ പിതാവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. അപ്പോൾ പിതാവിനോടും മാതാവിനോടും ചേർന്നുള്ള നമ്മളൊരു ജീവിതമാണ് ധന്യമാക്കുന്നത്. ആകയാൽ നമ്മുടെ അന്വേഷണം, മാതാപിതാക്കളോടൊപ്പമുള്ള നമ്മുടെ അന്വേഷണം, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പിതാവായ ദൈവത്തിലേക്കുള്ള നമ്മുടെ നീക്കത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ പരിത്യജിക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ അല്ല, മറിച്ച് അവരുടെ ഓരോ നിമിഷത്തെയും വേദനകൾ അവർ ഉൾക്കൊള്ളുന്നത്, അവ വഹിക്കുന്നത് നമുക്ക് ഓരോരുത്തരും ധന്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട ഫിലിപ്പോസിനോട് യേശു പറയുന്നു, തന്നെ കാണുന്നവൻ തൻ്റെ പിതാവിനെ കാണുന്നു. യേശു പിതാവിലാണ്, പിതാവിനോടൊത്താണ് അവരുടെ ജീവിതവും. നമുക്ക് ഇപ്രകാരം നല്ലൊരു വിശ്വാസ സാക്ഷികളായി മാറുന്നതിലേക്ക് ഈ സുവിശേഷം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും നേരുന്നു. ആമേൻ.